ഇവിടെ രണ്ടാമത്തെ മൂന്നാമത്തെ ശ്ലോകം, രണ്ട് ശ്ലോകം നമുക്ക് നമ്മൾ ഒരു ആത്മവിമർശനം പോലെയാണ്. അദ്ദേഹമല്ല, നമ്മൾ ഇതിൽ പറഞ്ഞത് ആത്മവിമർശനമല്ല, ആണെങ്കിലും അങ്ങനെയല്ല, നമ്മളെക്കുറിച്ച് ചിന്തിച്ചാൽ കാരണം അദ്ദേഹം മഹാപണ്ഡിതനാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് കാണാം. സ്ത്രീശൂദ്രാഹ തു സ്ത്രീശൂദ്രാഹ ത്വത് കഥാദി ശ്രവണ വിരഹിതഃ അല്ലെങ്കിൽ വിരഹിത ആസതാം തേ ദയാർഹാഃ ത്വത് പാദ ആസന്നയാതാൻ ദ്വിജകുലജനുഷഃ ഹന്ത ശോചാമി അശാന്ത. വൃത്യർത്ഥം തേ യജന്തഃ ബഹുകഥിതം അപി ത്വാം അനാകർണയന്തഃ ദൃപ്ത വിദ്യാഭിജാത്യൈഃ അല്ലെങ്കിൽ വിദ്യാ അഭിജാത്യൈഃ കിമു ന വിദധതേ താദൃശം മാ കൃഥ മ. അവസാനത്തെ വരിയിലെ താദൃശം മാ കൃഥ മ, എന്നെ ഇതുപോലെ ആക്കരുത് എന്നാണല്ലോ പ്രാർത്ഥന. ഇപ്പോൾ അവിടെ ഓരോന്നിൻ്റെ അർത്ഥം നോക്കാം. ത്വത് കഥാദി ശ്രവണ വിരഹിതാഹ, അങ്ങയുടെ ഈ കഥകൾ ഏതായാലും വേണ്ടില്ല, ശ്രവണ വിരഹിതാഹ, അത് കേൾക്കാനോ പാടാനോ. ഇവിടെ വിരഹിതാഹ എന്നുള്ളതിൻ്റെ അർത്ഥം ശരിക്കും വാച്യാർത്ഥം എങ്ങനെയാണ് വരിക വെച്ചാൽ, എനിക്കിനി അത് വേണ്ട, അല്ലെങ്കിൽ എനിക്കത് അവസരം കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ ഉപേക്ഷിച്ചു. പലതരത്തിലുള്ള വിരഹങ്ങൾ സംഭവിക്കാം അല്ലേ, വിയോഗം എന്നുള്ള അർത്ഥത്തിൽ സംഭവിക്കാം. നമ്മൾ സാധാരണഗതിയിൽ പണ്ടൊക്കെ ബ്രാഹ്മണരെ മറ്റുള്ളവരെ നിഷേധിച്ചു കൊണ്ടുള്ള ഒരു പ്രശ്നമാണ് അല്ലേ. ഇപ്പോൾ സ്ത്രീകൾക്ക് ഒരിക്കലും അത് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു നിഷേധം ഉണ്ടാവും. അതിനാണ് ഇവിടെ അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഭഗവാന്റെ ഈ കഥകളോ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള വേദോ നാമോ എന്തായാലും വേണ്ടില്ല, അതൊക്കെ കേൾക്കാനോ അല്ലെങ്കിൽ സ്വയമേവ അത് ചെയ്യാനോ അവസരമൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ കൂട്ടുക. അങ്ങനെയാണെങ്കിൽ അവർ ദയാർഹാഹ, അവരൊക്കെ ദയ അർഹിക്കുന്നവരാണ്. അപ്പോൾ അവർ എല്ലാവരും, ഇപ്പോൾ കുട്ടികളായാലും ശരി, സ്ത്രീകളായാലും ശരി, ശൂദ്രന്മാരായാലും ശരി, അർഹതയില്ലാത്ത പലരും നമ്മൾ കൽപ്പിച്ചതാണ്, അവർക്ക് അർഹതയുണ്ട്. അപ്പോൾ അവർ തേ ആസത, അവിടെ ഇരിക്കട്ടെ, അവർ ശരി അങ്ങനെ മാറ്റപ്പെട്ടു. ഇനി ത്വൽ പാദാസന്നയാതാൻ അശാന്ത, ഭഗവാന്റെ ഈ തൃപ്പാദങ്ങളെ നല്ലോണം അറിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്തെത്തി. വളരെ ഇനി പിടിക്കുക വേണ്ടു. അങ്ങനെ പിടിക്കാൻ എല്ലാവിധ ഇതും കിട്ടിയതിൻ്റെ ശേഷം മറ്റു വിഷയങ്ങളിൽ നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് എത്തുക. അത് കാരണം ദ്വിജകുല ജനുഷഃ ഹന്ത ശോചാമി, നമ്മുടെ ഈ ഭഗവാന്റെ അടുത്ത് എത്തിയിട്ട് ഭഗവാനെ കിട്ടിയിട്ട് ആ ഭഗവാനെ ആശ്രയിക്കാതെ ഭഗവാൻ തരുന്നതായിട്ടുള്ള ഈ ഭഗവാൻ ഉപേക്ഷിച്ച് നമ്മുടെ വരങ്ങളുണ്ട് അല്ലേ. ശിവൻ്റെ കാര്യത്തിൽ പ്രത്യേകം പറയണം. ശിവന് വേണ്ട എന്ന് വിചാരിച്ചെന്ന് എന്തൊക്കെയോ അതൊക്കെ നമ്മൾ വേണം പറയണവരാണ്. അതാണല്ലോ നമ്മൾ ഈ സുഖ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ സ്വീകരിക്കുന്ന മുഴുവൻ. അപ്പോൾ ആ വിഷയങ്ങളെ സ്വീകരിക്കുന്നതായിട്ടുള്ള ദ്വിജവംശജാതന്മാർ, നമ്മളൊക്കെ ദ്വിജവംശജാതന്മാർ, ബ്രാഹ്മണരെന്ന് മാത്രമല്ല ക്ഷത്രിയരായാലും വൈശ്യരായാലും ദ്വിജന്മാർ, ദ്വിജന്മാരാണ്. അപ്പോൾ അവർക്ക് ഈ അറിവുകളൊക്കെ ഉണ്ട്. ഇത് കിട്ടിയിട്ടും അവരെന്ത് ചെയ്യുന്നില്ല, ഈ ഭഗവാനെ ആശ്രയിക്കണില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇവർ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എല്ലാവർക്കും ദോഷമല്ലേ. ആ കാര്യത്തെ ആലോചിച്ചു കൊണ്ട് ഞാൻ ദുഃഖിക്കുന്നു എന്നാണ്. ആര് ദുഃഖിക്കുന്നു? ഈ മേൽപ്പത്തൂർ ദുഃഖിക്കണു. മനസ്സിലായില്ലേ? അത് ഇതിലൊന്നുമില്ല. ഏതിലില്ല? നിമി നവയോഗി അതിലില്ല. കാരണം നിമിയും ഈശ്വര ഉപാസകരാണ്, നവയോഗികളും ഈശ്വര ഉപാസകരാണ്. അപ്പോൾ അവർ തമ്മിൽ രണ്ടുപേർക്കും എന്തില്ല, ഈ ഈശ്വര നിന്ദയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയമില്ല. അപ്പോൾ പബ്ലിക്സ് ഇപ്രകാരത്തിൽ ചെയ്യുന്നത് നമ്മളെപ്പോലെയുള്ള ഈ സങ്കുചിത മനസ്സുള്ളവരെ മറ്റുള്ളവർക്ക് നിഷേധം കൊടുക്കേണ്ടത് വലിയ തെറ്റല്ലേ. അത് ആലോചിച്ചു കൊണ്ട് ദുഃഖിക്കണം. ഹന്ത ശോചാമി തേ വൃത്യർത്ഥം യജന്തഃ. ഇനി എന്നെ പോലെയുള്ളവർ എന്താ ചെയ്യണത്? ഇത് വിറ്റ് കാശാക്കണം അല്ലേ. സ്വാഹ എന്ന് പറയാം, 500 റുപ്യ അല്ലേ, ഞാൻ ചെയ്യണമല്ലേ. അപ്പോൾ അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നു. ഇങ്ങനെ ബഹുകഥിതം അപി
ത്വാം അനാകരണയന്തഃ. ഇങ്ങനെ എത്ര പറഞ്ഞു കൊടുത്തിട്ടും അങ്ങയെ മനസ്സിലാക്കുന്നില്ല, എന്നുവെച്ചാൽ കേൾക്കുന്നില്ല. അനാകരണയന്തഃ, കേൾക്കുന്നില്ല. അപ്പോൾ ആരാ ശരിക്കും തെറ്റുകാർ? നമ്മളല്ലേ തെറ്റുകാർ. അനാകരണയന്തഃ, നമ്മൾ കേൾക്കണില്ലേ, പക്ഷെ ഉള്ളിക്ക് മനസ്സിലാക്കണില്ല. കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ രണ്ടും ചെയ്യണില്ല. ഇനിയോ ബഹുകഥിതം അഭി ത്വാം അനാകരണേതഃ വിദ്യാഭിജാത്യൈഹി ദൃപ്താഹ. എന്താണ്, ഒരു ഇത്തിരി വിദ്യ കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ അഭിജാത്യം കൊണ്ട് ദൃപ്തന്മാരാ. മതം വന്നിട്ട് ആരാ ഞാൻ അല്ലേ? ഒരിത്തിരി അറിവുണ്ടായ അഹങ്കാരം വരാൻ പാടും. അറിവുണ്ടാവും തോറും ദുർവാസാവിനോട് ഭഗവാൻ പറഞ്ഞതാണ് വിദ്യ വിനയസമ്പന്ന. അത് ഇല്ലാത്തതുകൊണ്ടല്ലേ അംബരീഷിനെ പരീക്ഷിക്കാൻ പോയത്. ഈ അംബരീഷിൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ദുർവാസാവിന് എന്തിനായി സാരം? പാരിജാത മാല കിട്ടിയപ്പോൾ കൊടുത്ത ആളാ അല്ലേ? അദ്ദേഹത്തിന് എന്തിനായി അംബരീഷിൻ്റെ ഒരിത്തിരി ആവശ്യമില്ല. അപ്പോൾ മറ്റൊരാൾ പ്രേരിപ്പിക്കപ്പെട്ടു. ദുര്യോധനൻ പ്രേരിപ്പിച്ചപ്പോഴാണ് ഈ അക്ഷയപാത്രത്തിൽ നിന്ന് ചീര വാങ്ങി കഴിക്കേണ്ടി വന്നത് ഭഗവാനെ. അല്ലെങ്കിൽ അത് വരില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളെപ്പോലെയുള്ളവർ ദുർവാസാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നത് പോലെ ആവരുത്. ദുർവാസാവ് അതാണ് ദുർവാസാവിൻ്റെ പ്രത്യേകത. എന്താ അറിയോ? നമ്മളൊക്കെ ദുർവാസാവിനെ എങ്ങനെയാണ് പറയാറ്? ശുണ്ഠിക്കാരൻ അല്ലേ? ദുർവാസാവിന് ഇത് ലവലേശല്യ. അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്നിലുള്ള ഈ ന്യൂനത്തിനെ ഇല്ലാണ്ടാക്കാൻ. ഇപ്പോൾ ഇവിടെ രണ്ട് തരത്തിലാണ്. അതായത് അംബരീഷൻ്റെ ന്യൂനമില്ല എന്നുള്ളത് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ട് അംബരീഷൻ്റെ അടുത്ത് ദുർവാസാവ് ചെന്ന് അതിനെ സ്വീകരിച്ചു. എല്ലാവരോടും വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞത്? അംബരീഷൻ നല്ലവനാണ്, അംബരീഷൻ എന്നെ രക്ഷിച്ചു, എന്നെ കൂടി രക്ഷിച്ചു. അതല്ലേ എടുക്കുണ്ടായത്. ഏറ്റവും അവസാനം ഈ അംബരീഷൻ പറഞ്ഞുകൊണ്ടല്ലേ, പുണ്യം മുഴുവനെ കൊടുത്തുകൊണ്ടല്ലേ, ഈ ഭഗവാന്റെ പ്രീതി അംബരീഷന് കിട്ടിയത് കൊണ്ടല്ലേ ദുർവാസാവിന് കിട്ടിയത്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് അംബരീഷൻ അവിടെ ചെന്നത്. ചീര കഴിക്കാൻ പോയതല്ല. ദുര്യോധനൻ പറഞ്ഞതെന്താ? ഈ ഊണ് കഴിഞ്ഞ സമയത്ത് പാണ്ഡവരെ ചെന്നിട്ട് സമീപിച്ചോളൂ, ആഹാരം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിക്കോളൂ. അവിടെ ഊണ് കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, അപ്പോൾ ഇദ്ദേഹത്തിന് ചുണ്ടി വരുമല്ലോ, അപ്പോൾ ശപിക്കുമല്ലോ. ഇത് വിചാരിച്ചിട്ടാണ് അവിടെ പോയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ അതിൻ്റെ ഫലം അങ്ങനെയല്ല ഉണ്ടായത്. ഇന്നുണ്ടായത് ഭഗവാൻ ഇങ്ങോട്ട് വന്നു. പിന്നെ ദുർവാസാവിന് ഇങ്ങോട്ട് വരേണ്ടി വന്നില്ല. ദുർവാസാവിനും 14 ശിഷ്യന്മാർക്കും കുണ്ട പോലെയായി. ഇത്തിരി അര ചീരയുടെ ഇലക്കഷ്ണം എവിടെ? സ്ത്രീകൾ പാത്രം മോറിയാൽ വൃത്തിയാവില്ലല്ലോ. പാത്രം മോറിക്കഴിഞ്ഞാൽ നിയമം എന്താ? നല്ലോണം തേച്ച് മോറി, രണ്ടാമത് മോറി, മൂന്നാമത് മോറി എന്നൊക്കെ കണക്കുണ്ടേ. അപ്പോൾ സ്ത്രീകൾ മോറിക്കഴിഞ്ഞാൽ അത് വൃത്തിയാവില്ല, അത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ അവിടെ വന്ന് ഈ ചീരകഷ്ണം വാങ്ങിയിട്ട് ഇത് ചെയ്തു. പിന്നെ അവിടെയും ഇനിയിപ്പോൾ നമ്മൾ പറയുന്നത്, ഈ ദുർവാസാവ് കൃഷ്ണൻ്റെ ഗുരുവായിരുന്നു. കൃഷ്ണൻ ഗുരുവായിട്ട് കണ്ടത് ദുർവാസാവിനെയാണ്. ദുർവാസാവിനെ ഗോപികമാരെ കൊണ്ട് കാണിപ്പിച്ചു. ഗോപികമാരെ കൊണ്ട് എല്ലാവിധ പദാർത്ഥങ്ങളോട് കൂടിയിട്ട് വിശിഷ്ട ഭോജ്യം ആഹരിപ്പിച്ചു. ദുർവാസാവിന് ആഹാരം എന്താ? ദുർവാസാവാണ്. ദുർവാസാവിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ദുർവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുകയുടെ ചാറ്, അതിൻ്റെ ചാറ്, കറുകപ്പുല്ല്, പുല്ലിൻ്റെ ചാറ് മാത്രം കഴിക്കുന്ന ആളെന്ന് അതിൻ്റെ അർത്ഥം. അതേപോലെ ഈ വസ്ത്രത്തിന് ശ്രദ്ധയില്ലാത്തയാണ്. ഇത് രണ്ടാമത്തെ അർത്ഥമാണ്. അത് സ്വതേ അത്ര ഇല്ല. നമ്മൾ അതിനെയാണ് ഊന്നി പറയാം. എസൻസ് മാത്രം, എക്സ്ട്രാക്റ്റഡ് എസൻസ് മാത്രം കഴിക്കുന്നയാളാണ്. അദ്ദേഹത്തിനാണ് ഈ 56 രസങ്ങൾ ചേർന്നതായിട്ടുള്ള, ഇപ്പം ഇന്നലെ നമ്മൾ വായിച്ചില്ലേ 56 രസം, 56 രസങ്ങൾ ചേർത്തതായിട്ടുള്ള ഭോജ്യം അത് ദുർവാസാവിന് കൊണ്ട് കൊടുത്തു. 110 കോടി ഗോപികമാർ. അത് അവിടെ ചെന്നിട്ട് ദുർവാസാവിൻ്റെ വായരിക്കാൻ ഒഴിച്ചു കൊടുക്കുക ഈ കൊട്ടയത്തെ ആഹാരം മുഴുവൻ. ദുർവാസാവ് അങ്ങ് ഇറക്കിക്കൊണ്ടിരുന്നു. ഗോപികമാർക്ക് അത് ഫീൽ ചെയ്തു, അനുഭവിച്ചു. അവർ ആ ദുർവാസാവിൻ്റെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചിട്ട് തിരിച്ചു പോരാണ്. അപ്പോൾ പോരുമ്പോൾ ഒരു കാര്യം ചോദിച്ചു. യമുനയുടെ അപ്പുറത്തായിരിക്കും. യമുന കടക്കാൻ എന്താ ചെയ്യുക, കാളിന്തി കടക്കാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു.
അപ്പോൾ മന്ത്രം പറഞ്ഞു കൊടുത്തത് കറുകച്ചാറ് മാത്രം കഴിക്കണ ദുർവാസാവ് പറഞ്ഞു കൃഷ്ണൻ്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് ഗോപികളായുള്ള ഞങ്ങൾക്ക് ഈ വെള്ളം മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചു ഇന്ന് പറഞ്ഞാൽ മതി എന്നാണ്. ഗോപികമാർക്ക് ഒരു സംശയം ഉണ്ടായില്ല. ഇവിടെ വന്നു ദുർവാസാവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കറുകച്ചാറ് മാത്രം കഴിക്കണ ആ ദുർവാസാവ് ഞങ്ങൾക്ക് വഴി തരണം എന്ന് പറഞ്ഞിട്ട് കാലിന് വഴി മാറി കൊടുത്തു. അങ്ങോട്ട് പോയത് അതേപോലെ തന്നെയാണ്. അങ്ങോട്ട് പോയത് എങ്ങനെയാ വെച്ചാൽ രാസക്രിയയ്ക്ക് ദിവസം കൃഷ്ണൻ വരാൻ വൈകി. അപ്പോൾ വരാൻ വൈകിയ കൃഷ്ണൻ എന്തുകൊണ്ട് വരാൻ വൈകി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ എൻ്റെ ഗുരുവിനെ കാണാൻ പോയി എന്നാണ്. അപ്പോൾ അന്നത്തെ രാസക്രിയ നടക്കുന്നതിന് മുന്നേ അതെന്താ അത് ഞങ്ങളറിയാത്ത ഗുരു അങ്ങേക്ക് ആരാ എന്ന് ചോദിച്ചു. അപ്പോൾ വിദ്യാഭ്യാസമായിട്ടില്ലല്ലോ, അവിടെ ഇപ്പോൾ അത്രയല്ലേ 7 വയസ്സിൻ്റെ താഴെയല്ലേ, വിദ്യാഭ്യാസമായിട്ടില്ല, അഭിനയം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങേക്ക് ഒരു ഗുരുണ്ടോ? ഗുരുണ്ട്, ഞങ്ങൾക്ക് കാണാൻ പറ്റുമെന്നാ. എന്താ സംശയം? എൻ്റെ ഗുരുക്ക് അങ്ങേക്ക് നിങ്ങൾക്കൊക്കെ കാണാമല്ലോ. എന്നാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് കിടക്കാം. എവിടെ ഇരിക്കേണ്ട പുഴക്കരയാണ്. എങ്ങനെയാണ് പുഴ കിടക്കുക? അങ്ങേക്ക് പല സൂത്രങ്ങളും ഉണ്ട്, കള്ളനാണ്. അപ്പോൾ അങ്ങേക്ക് കിടക്കാൻ പറ്റും, പക്ഷെ ഞങ്ങൾക്ക് പറ്റില്ലല്ലോ. അതിനൊരു കാര്യം ഞാൻ മതി. അപ്പോൾ രാസക്രിയ തുടങ്ങിയിട്ട് കുറച്ചായിരുന്നു. നിത്യബ്രഹ്മചാരിയായിട്ടുള്ള നൈഷ്ഠിക ബ്രഹ്മചാരി അങ്ങനെയുള്ള ഒരു ഞാൻ കൃഷ്ണൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി, എന്നാൽ മറ്റേ വഴി മാറിത്തരും. ശരി, അതങ്ങനെ പറഞ്ഞു. അവിടെ ചെന്ന് എന്നിട്ടാണ് ദുർവാസാവിൻ്റെ അടുത്തേക്ക് എത്തിയത്. ഇങ്ങോട്ട് പോരുമ്പോൾ ഇത് കന്നു. ഇവിടെ വന്ന വഴിക്ക് ആദ്യം ചെയ്തത് രാസക്രീഡയാണ്, ഗംഭീരമായിട്ട് രാസക്രീഡ. അന്ന് കുറച്ച് ഉത്സാഹത്തോട് കൂടിയിട്ട് കൂടുതൽ അറ്റാച്ച്മെൻറ്റോട് കൂടിയിട്ട് അങ്ങനെയൊക്കെയാണ് അന്നത്തെ രാസക്രീഡ. അത് കഴിഞ്ഞൊരു ഇരിപ്പൊക്കെ ഉണ്ട്. ഉത്തരീയൊക്കെ ഗോപികമാരുടെ ഉത്തരീയം വിരിക്കും, അതിൽ കൃഷ്ണൻ ഇരിക്കും. അങ്ങനെയാണ് സ്വന്തമായില്ല, അങ്ങനെയാണ്. അപ്പം ചോദിച്ചു കൃഷ്ണനോട്, കൃഷ്ണ അങ്ങ് കള്ളനാണ്, ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. നിത്യബ്രഹ്മചാരി പറഞ്ഞാൽ ഇത്ര കാട്ടുകള്ളൻ ഇല്ല, വേറെ ഇല്ല. ഞങ്ങളൊക്കെ ഇത്രയും നേരം ഇപ്പോൾ വട്ടക്കടത്തി അറിയാലോ. പക്ഷേ ഈ ദുർവാസാവ മഹർഷി അങ്ങനെയല്ല, ഒരു ശങ്കരാംശമല്ലേ, എന്തിനാ അദ്ദേഹത്തിനെ ഈ കള്ളനാക്കണേ ചോദിച്ചു. അതെന്താ? അല്ല, ഞങ്ങൾ കൊടുത്ത് ഒക്കെ കൂടി ആകെ വെട്ടി ഒഴുകി, എന്നിട്ട് ആ ആളാണ് പറഞ്ഞ് കറുകച്ചാറ് മാത്രമേ കഴിക്കുമെന്ന്. അതെന്തിനാ അദ്ദേഹത്തിനെ കൊണ്ട് കളവ് പറയിച്ച കൃഷ്ണ ഒന്ന് പറയൂ എന്നാ ചോദിച്ചതേ. അപ്പോൾ പറഞ്ഞു, സംഗതി ഇത്രയേ ഉള്ളൂ, ഞാനും ദുർവാസാവും ബ്രഹ്മം, ഞങ്ങൾക്ക് ഈ ബ്രഹ്മത്തിലേതായിട്ടുള്ള എന്ത് വന്നാലും സത്തായാലും അസത്തായാലും ഞങ്ങളെ ബാധിക്കില്ല. നിങ്ങളും അതായിരിക്കണു. ഗോപികമാർ എന്താ അവർ വിളിക്കാറും, വേശ്യകളെന്നാ വിളിക്കാറ് അല്ലേ? ജാരബുദ്ധിയ. കൃഷ്ണനെ എങ്ങനെ സ്വീകരിച്ചാലും ആ ഭാവത്തിലേക്ക് കൃഷ്ണൻ എത്തിക്കും. ദുർവാസാവിനെ കാണിച്ചു കൊടുത്തത് കൃഷ്ണൻ പറഞ്ഞ വാക്കാം, നിങ്ങളും എൻ്റെ അവസ്ഥയിലേക്ക് എത്തും, ഇപ്പം തന്നെ എത്തിയിരിക്കുന്നു. ആരാ കൃഷ്ണൻ? എല്ലാവരെയും ഉദ്ധരിക്കുന്നതായിട്ടുള്ള ഭാവമാണ്. ആ കൃഷ്ണനെ മനസ്സിലാക്കണം വെച്ചാൽ എളുപ്പമല്ലാതെ അതാണ്. ഇപ്പോൾ ഈ ഗുരുത്വം ഇവിടെ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇത്രയൊക്കെ അറിവുണ്ടായിട്ടും ഈ ആഭിജാത്യം കൊണ്ട് അഹങ്കാരികളാവുക എന്ന് പറഞ്ഞാൽ അവർ ഇതിന് വേണ്ടിയിട്ട് കിമു ന വിദധത്തെ എന്തെല്ലാം ചെയ്യും അല്ലേ? നമ്മൾ ഇത്തിരി അറിവുണ്ട് വിചാരിച്ചിട്ട് നീചകൃത്യങ്ങൾ ചെയ്താലത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ശിക്ഷിക്കില്ലേ ഭഗവാൻ? സംശയമില്ല. മാം താദൃശം മാ കൃതാഹ, എന്നെ അതേപോലെ ചീത്ത പ്രവൃത്തി ചെയ്യുന്ന ഒരാളാക്കരുതേ. അത് മേൽക്കത്തൊരു പ്രാർത്ഥിക്കേണ്ടതാണ്. അതാരാ ചെയ്യേണ്ടത്? നമ്മളാ ചെയ്യേണ്ടത്. ശരിക്കും ഈ ശ്ലോകം എവിടെയാണ് കൊടുക്കേണ്ടത് അറിയോ? 99ാമത്തെ ദശകത്തിലാണ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് വേണം കേശാദി ഭാഗം സ്മരിക്കാനായിട്ട്. പക്ഷെ അവിടെ അന്തരീക്ഷം അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് അത് ഇതിൽ ചേർത്തതാണ്. ഇനി ഉദാഹരണ സഹിതമാണ് അടുത്ത് പറയാൻ പോണത്. എല്ലാവരും അതെ, അത് ബ്രദറൊന്നുമല്ല, നമ്മളാണ് ബ്രദർ. നമ്മളെ ആ ഭാവത്തിൽ കണ്ടതുകൊണ്ടാണ്. പാപോയം കൃഷ്ണരാമേത്യഭിലപതി നിജം ഗൂഹിതും ദുശ്ചരിത്രം നിർലജ്ജസ്യ വാച ബഹുതര കഥനീയാനി മേ വിഘ്നിതാനി പ്രാതാമേ വന്ധ്യശീലോ ഭജതി കില സദാ വിഷ്ണുമിത്തം ബുധാംസ്തേ നിന്ദന്ത്യുച്ചൈർഹസന്തി ത്വയി നിഹിതമതിം താദൃശം മാ കൃഥാ മാം.